സർ, ഈ സുകുമാരൻ നായർ NSSന്റെ ആസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല എത്തുകയാണ്. ഈ സുകുമാരൻ നായർ പറഞ്ഞാൽ ഇപ്പോൾ നായന്മാരാരും കേൾക്കാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നായന്മാർ മിക്കതും BJPയിലേക്ക്, നേരത്തെ കോൺഗ്രസ്സുകാരായിരുന്നു എന്നൊക്കെയാണ് സുകുമാരൻ നായർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നായന്മാരെല്ലാം BJPക്കൊപ്പമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ NSS ആസ്ഥാനത്തേക്ക് പോകുന്ന രമേശ് ചെന്നിത്തലയുടെ ഭാവി രാഷ്ട്രീയം എന്തായിരിക്കും? അതൊരു പുതിയ സംഭവമാണ്. 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല മന്നം സമാധി സ്ഥാനത്തേക്ക് പോവുകയാണ്. അദ്ദേഹം അവസാനമായി അവിടെ പോയത് 2016-ലാണ്. 2016 അതിന് മുമ്പ് അവിടുത്തെ സ്ഥിരം സന്ദർശകനും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവുമായിരുന്നു. പ്രിയപ്പെട്ട ചെല്ലക്കുട്ടി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു നേതാവായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവും മുമ്പ് KPC പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം കിട്ടണമെന്ന വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് സുകുമാരൻ നായരാണ്. അങ്ങനെ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അർഹമായൊരു സ്ഥാനം കിട്ടാൻ വേണ്ടിയായിരുന്നു ആ വിവാദം ഉയർന്നത്. ആദ്യമൊന്നും ഉമ്മൻചാണ്ടി അത് അത്ര കാര്യമാക്കി എടുത്തില്ല. കാരണം അന്ന് താക്കോൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം, മുഖ്യമന്ത്രിക്ക് തൊട്ട് താഴെ, മുഖ്യമന്ത്രി ആകുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമാനമായ ഒരു മന്ത്രി പദവി, ഇതൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ ഭംഗിയായിട്ട് പോലീസിനെ നയിച്ചുകൊണ്ട് പോകുന്ന സമയം കൂടി. പക്ഷേ ഈ നിർബന്ധം ആവർത്തിക്കുകയും രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു അവസ്ഥയെത്തി. പുനഃസംഘടന വന്നു. അപ്പോഴാണ് വേറൊരു വിവാദം ഉണ്ടായി. ലീഗ് 5ാം മന്ത്രിസ്ഥാനം ചോദിക്കുന്ന ഒരവസ്ഥയൊക്കെ വന്നു. ആ മന്ത്രിസഭ, അന്നത്തെ UDF മന്ത്രിസഭയെ ആകെ അവതാളത്തിലാക്കിയ ഒരു സംഭവം കൂടിയാണ്. അവസാനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർബന്ധിതനായി രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്തിരുത്താൻ. അതിനെ ഹോം മിനിസ്റ്റർഷിപ്പ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിന് ശേഷം രമേശ് ചെന്നിത്തല സുകുമാരൻ നായർക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്രസ്താവന നടത്തി. എന്നെ ഒരു വെറും നായർ നേതാവായി കാണാനിടയാകുന്നു. അതുകൊണ്ട് ഇനി NSSുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ ഒരു പുനർവിചിന്തനം വേണമെന്ന അർത്ഥത്തിൽ സംസാരിച്ചു. ചെന്നിത്തല നായരല്ലേ? ചെന്നിത്തല നായരൊക്കെ ആയിരിക്കാം. അല്ല, അദ്ദേഹത്തിന് ഇനി മുഖ്യമന്ത്രി ആകണമെങ്കിൽ സാർവത്രികമായി എല്ലാ സമുദായത്തിൻ്റെയും ഒരു പൊതു സ്വീകാര്യനാകട്ടെ. അദ്ദേഹത്തിന് താക്കോൽ സ്ഥാനം കിട്ടിക്കഴിഞ്ഞല്ലോ. താക്കോല് കയ്യിലെടുത്തപ്പോൾ അദ്ദേഹത്തിന് പുതിയ ചില മോഹങ്ങളും ആശയങ്ങളും ഒക്കെ തോന്നി. അപ്പം ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രിയാകാവുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് അദ്ദേഹം പൊതു സ്വീകാര്യനാകാൻ വേണ്ടി ഒരു ആദർശം പറഞ്ഞു. ഞാനങ്ങനെ സമുദായ നേതാവ് ആയി ബ്രാൻഡ് ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന അർത്ഥത്തിൽ അത് സുകുമാരൻ നായർ ചെവിക്കുന്നുള്ളി വെച്ചിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. ഒരു മന്നം ജയന്തിക്കും രമേശ് ചെന്നിത്തലയെ പിന്നെ വിളിച്ചില്ല. അപ്പോൾ പെരുന്നയ്ക്ക് അസ്വീകാരനായി തീർന്നു. അതിനുശേഷം എന്തു ചെയ്തു? രമേശ് ചെന്നിത്തലയെ ക്ഷീണിപ്പിക്കാനാണെന്ന് തോന്നുന്ന തരത്തിൽ ഈ അടുത്ത കാലത്ത് ശശി തരൂരിനെ പെരുന്നയിലേക്ക് വിളിച്ചു. അതുവരെയും ശശി തരൂർ ഡൽഹി നായരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. പിന്നീട് സുകുമാരൻ നായർ തന്നെ പറഞ്ഞു അദ്ദേഹം അന്താരാഷ്ട്ര വ്യക്തിത്വമുള്ള മലയാളി നായരാണ്. അങ്ങനെ പറഞ്ഞു ശശി തരൂരിനെ പെരുന്നയിൽ വിളിച്ചുവല്ലോ. സുരേഷ് ഗോപിയെ അവിടെ ചെന്നിട്ട് ആക്ഷേപിച്ചിറക്കി വിടുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ പെരുന്നയിലെ ഈ വർഷത്തെ മന്ദം ജയന്തി ആഘോഷം ജനുവരി 2-ന് തുടങ്ങുകയാണ്. അന്നത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയെയോ കുര്യനെയോ ഒന്നും വിളിക്കുന്നില്ല. പകരം ഫ്രാൻസിസ് ജോർജ്, കോട്ടയം MP ഫ്രാൻസിസ് ജോർജിനെ വിളിച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അത് ഭയങ്കര സ്വീകാര്യമായി. അദ്ദേഹം ആഹ്ലാദഭരിതനായി. കാരണം 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അവിടെ ചെല്ലുന്നത്. അതുമാത്രമല്ല, പിന്നെ സുകുമാരൻ നായരുടെ വിരോധം കൊണ്ടാണോ എന്നറിയില്ല, ഇദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു. അവിടെ VD സതീശനെ വിളിച്ചില്ലേ? സതീശൻ വിളിച്ചാലും പോവില്ല. സതീശൻ പ്രഖ്യാപിതമായ ഒരു ആദർശ നിലപാടെടുത്തയാളാണ്. അദ്ദേഹം ഒരിക്കൽ കഴിഞ്ഞ തവണ ജയിച്ചപ്പോൾ പറഞ്ഞുവല്ലോ, ഏതെങ്കിലും സമുദായ നേതാവിൻ്റെ തിണ്ണ നിരങ്ങിയിട്ടല്ല എനിക്ക് ജയിക്കാൻ കഴിഞ്ഞതെന്ന് എന്ന് പറഞ്ഞു. അതുകൊണ്ട് സതീശൻ അപ്പോഴേ പിന്നെ സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരി, പേര് വെട്ടിക്കളഞ്ഞു. പിന്നെ NSS ആസ്ഥാനത്തേക്ക് പ്രവേശനമില്ല.
ആ തരത്തിലായി. അപ്പോൾ സതീശനെയും പിന്നെ ചെന്നിത്തലയും താരതമ്യപ്പെടുത്തുമ്പോൾ പണ്ടേ ചെല്ലക്കുട്ടി ആയി ഏറ്റെടുത്തിട്ടുള്ള ആൾ ചെന്നിത്തല ഇനി ഒരു 10 വർഷത്തിൽ കൂടുതലൊന്നും പുറത്ത് നിർത്തണ്ട എന്ന് തോന്നിയിരിക്കും. അതുകൊണ്ട് ചെന്നിത്തലയോട് സുകുമാരൻ നായർ പുറത്തിരിക്കുന്നു. അപ്പോൾ പഴയ ചെന്നിത്തലയുടെ നിലപാട് എന്ത് ചെയ്യും? ഞാനങ്ങനെ ഒരു സമുദായത്തിൻ്റെ നേതാവായി ബ്രാൻഡ് ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നേരത്തെ ഒരു പ്രസ്താവന നടത്തിയ ചെന്നിത്തല പക്ഷേ അതിപ്പോൾ മറന്നിരിക്കുന്നു. ഇനി താക്കോൽ സ്ഥാനം വല്ലതും കിട്ടണമെങ്കിൽ ഒരുപക്ഷെ സമുദായത്തിൻ്റെ പിൻബലവും കൂടി വേണം എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. മാത്രമല്ല ഇദ്ദേഹത്തിനെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കാനുള്ള പ്രശ്നം വന്നപ്പം വേറൊരു തത്വം കോൺഗ്രസ് നേതൃത്വത്തെ ആവർത്തിക്കാനിടയാക്കി. KC വേണുഗോപാൽ, ശശി തരൂർ ഇവർ രണ്ടും ഒരു സമുദായത്തിൽ നിന്നാണ്, മൂന്നാമത് അതേ സമുദായത്തിൽ നിന്ന് ഒരാൾ വേണ്ട എന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പറയാൻ തുടങ്ങി. അപ്പോൾ അത് സോണിയാഗാന്ധിക്ക് ഇവിടുത്തെ ഈ നായർ ഈഴവാന്നും അറിയില്ലല്ലോ. അവരാരെങ്കിലും പറയുന്നതനുസരിച്ചല്ലേ ചെയ്യുന്നത്. ഇറ്റലിയിൽ നായന്മാരും ഈഴന്മാരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, പിന്നെ ശശി തരൂരും അത് അന്താരാഷ്ട്ര നായരാണ്, മറ്റേ അടുത്ത KC വേണുഗോപാൽ അത് പയ്യന്നൂർ പൊതുവാളാണ്, അതും നായരാണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ആ സമുദായത്തിൽ നിന്ന് മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരാളായാലും രമേശ് ചെന്നിത്തല സ്വീകാര്യനാവില്ല. അപ്പോൾ ഈ ജാതിമത പിൻബലമില്ലാതെ ഇവർക്ക് അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള ഒരു കുറുക്കുവഴി ഇതാണോ? അല്ല സാർ, അതായത് സുകുമാരൻ നായർ പറയുന്നത് ചെന്നിത്തലയ്ക്ക് മാത്രമേ ഇനി കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയൂ, അതുകൊണ്ടാണ് മന്നൻ ജയന്തിക്ക് കോൺഗ്രസിൽ നിന്നുള്ള പിന്നെ ചെന്നിത്തലയെ ക്ഷണിച്ചു വരുത്തി, അങ്ങനെയാണോ അടുത്ത മുഖ്യമന്ത്രിയായി? സുകുമാരൻ നായർ സ്വയം രക്ഷിക്കുകയാണ്. നമ്മൾ നേരത്തെ സംസാരിക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ, ഈ NSSലെ അണികളൊന്നും ഇപ്പോൾ കോൺഗ്രസ്സിൽ രൂഢമൂലമായിട്ട് നിൽക്കുന്നില്ല. അവർ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ വോട്ട് ചെയ്തത് കോൺഗ്രസ്സിന് ആണെങ്കിലും അവർ സന്ദർഭം കിട്ടുമ്പോൾ BJPക്ക് വോട്ട് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ അണിബലം ചോർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് NSSുമായിട്ട് താതാത്മ്യപ്പെട്ടു പോയിരുന്ന നായർ സമൂഹം BJPയുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവർ രമേശ് ചെന്നിത്തല എന്ന ഒരു വികാരം, ജാതി വികാരത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുമോ എന്നതാണ് ഇനി കോൺഗ്രസ് പരീക്ഷിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ആശീർവാദത്തോടു കൂടിയായിരിക്കും ചെന്നിത്തല വരുന്നത്. പക്ഷേ അങ്ങനെ വന്നാലും കോൺഗ്രസിൽ ചെന്നിത്തലയ്ക്ക് അർഹമായ പരിഗണനയൊന്നും ഇനിയും കിട്ടിയിട്ടില്ല. പിന്നെ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വേറൊരു ക്ഷീണം സംഭവിച്ചു. മഹാരാഷ്ട്രയുടെ ചുമതലയുമായിട്ട് കോൺഗ്രസ് വലിയ ദൗത്യം ഏൽപ്പിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ ശക്തി മഹാരാഷ്ട്രയിൽ അതിഭയങ്കരമായതുകൊണ്ട് ചെന്നിത്തലയുടെ ആ ദൗത്യം ഒന്നും വിജയിച്ചില്ല. അതെ, അങ്ങനെ ഒരു ക്ഷീണം. അത് ചെന്നിത്തലയെ ഏതെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ കാത്തിരിക്കുന്നവർ മഹാരാഷ്ട്രയിൽ നിങ്ങൾ പോയിട്ട് എന്തായി എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭം അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കോട്ടം തീർക്കേണ്ട ആവശ്യം അല്ല, ഈ അടുത്ത കോൺഗ്രസ് സർക്കാർ വന്നാൽ ഈ ചെന്നിത്തലയ്ക്ക് സ്ഥാനം കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. കാരണം കടിപിടികൾ പിന്നെ KCയും പിന്നെ BDയും സുധാകരനും ഒക്കെ കൂടി ഇങ്ങനെ കുപ്പായം തച്ച് വെച്ചേക്കല്ലേ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിൻ്റെ ഒരു ഇതിൽ. അപ്പം ചെന്നിത്തലയ്ക്ക് ഇതിൽ വലിയ റോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വേറെ ആളുകളുണ്ട്, ശശി തരൂര്. അപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഒരുപാട് ഇടി നടക്കുന്നുണ്ട്. അത് നായർ സമുദായത്തിൽ നിന്ന് തന്നെ 3 പേരുണ്ട്, 3-4 പേരുണ്ട്. അപ്പോൾ ഈ സമുദായത്തിൻ്റെയും കൂടി ഒരു പിൻബലമില്ലെങ്കിൽ ഒരു പരിഗണന കിട്ടില്ല എന്നൊരു പക്ഷേ രമേശ് വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് സുകുമാരൻ നായർ മന്നം ജയന്തി ആഘോഷത്തിന് പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്താൻ ആണ് അദ്ദേഹത്തെ വിളിച്ചേക്കുന്നത്. മുഖ്യപ്രഭാഷകൻ എന്ന പേരിലാണ് വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം പോകുന്നുണ്ട്. ജനുവരി 2-ാം തീയതിയാണ് പ്രോഗ്രാം. അപ്പോൾ രമേശ് ചെന്നിത്തല തനിക്ക് ഇടക്കാലം കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കോൺഗ്രസ്സിലെ സ്ഥാനമാനങ്ങളൊക്കെ തിരിച്ചു കിട്ടുകയും കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി ആകേണ്ടി വന്നാൽ അതിന് സമുദായത്തിൻ്റെയും കൂടെ പിൻബലം ഉറപ്പാക്കുന്നതിൽ ഒരു ചൂട് വയ്ക്കുകയാണെന്ന് വേണം കരുതാൻ. അതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം. പക്ഷേ ഇതിനെ നമ്മുടെ പൊതുസമൂഹം എങ്ങനെ കാണുന്നു എന്നതാണ് അതിനേക്കാൾ പ്രധാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.